വെൽക്കം ടു മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. നിങ്ങൾ തമ്പനയിൽ കണ്ട കാര്യം ക്ലിക്ക് ബൈറ്റ് ഒന്നുമല്ല, കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശ്രീലങ്കയിലുള്ള ഷെറാട്ടൺ എന്നൊരു 5 സ്റ്റാർ ഹോട്ടലിൽ 2 ദിവസം ഞാൻ താമസിച്ചത് 5 പൈസ പോലും മുടക്കാതെയാണ്. അത് ക്രെഡിറ്റ് കാർഡ് റിവാർഡ് പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ 2 ദിവസം സ്റ്റേ ചെയ്തത്. ഈ ചാനൽ മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്സ് എന്നുള്ള ചാനൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് റിവാർഡ് പോയിന്റ്സുകൾ കാര്യങ്ങളും എല്ലാം നമുക്ക് എങ്ങനെ ബെനിഫിഷ്യലായിട്ട് നമ്മളുടെ ഒരു യാത്രയിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കാം. ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റ് അല്ലെങ്കിൽ അക്കോമഡേഷൻ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത്. അപ്പോൾ ഈ ചിലവ് വരുന്ന കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചാനൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന ഈ എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂഷൻ ആണ്. മാൽഡീവ്സിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഞാൻ എത്തി. ഒരു പുതിയ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് കറൻസി എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ നേരത്തെ കണ്ട ആ കറൻസി എക്സ്ചേഞ്ചിൽ നിന്ന് കറൻസി എല്ലാം മാറി പുറത്തേക്ക് ഇറങ്ങി ഇനി പോകുന്നത് സിം കാർഡ് വാങ്ങാനായിട്ടാണ്. അപ്പോൾ ഡയലോഗ് എന്നുള്ളൊരു ബ്രാൻഡ്, ഈ ബ്രാൻഡാണ് ശ്രീലങ്കയിലെ ഏറ്റവും നല്ല നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡയലോഗിൻ്റെ ഒരു സിം കാർഡ് ഏറ്റവും കുറഞ്ഞത്, അതായത് 1399, ആ പാക്കേജാണ് ഞാൻ എടുത്തത്. സിം കാർഡ് കയ്യിൽ കിട്ടിയതോടുകൂടി എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഞാൻ ഇറങ്ങി. എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ ആപ്പ് പിക്മിയാണ്. അപ്പോൾ പിക്മിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പുറത്തുതന്നെ ഓട്ടോക്കാരുണ്ട്, ഒരു 300 പറഞ്ഞത്, ഇതിൽ 220. കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഹാർഡ് ക്യാൻസൽ. അവർ പറഞ്ഞാൽ കറക്റ്റാണ്, ഡ്രൈവർ വരില്ല എന്നുള്ളത്. റൈഡ് ക്യാൻസലായി. അങ്ങനെ അവസാനം കിട്ടി. പിക്മിയിൽ തന്നെ ആപ്പ് going to Colombo. Going to Colombo. Tuk-tuk going? Tuk-tuk? Yeah. No, actually bus stand. Bus stand. Tuk-tuk direct going Colombo. Cheap price. No, actually I want to experience the bus. That's why. Okay. How much time it will take? 45, 1 hour. 1 hour. എയർപോർട്ടിൽ നിന്ന് പിക്മി എന്ന ആപ്പിലൂടെ ഒരു ടുക്, അതായത് നമ്മളുടെ ഓട്ടോറിക്ഷ, അത് ബുക്ക് ചെയ്തിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ബസ് സ്റ്റാൻഡിൽ നമുക്ക് കൊളംബോ ഫോർട്ടിലേക്ക് പോകാനായിട്ടുള്ള ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതിൽ ഞാൻ കയറിയതൊരു ഞാൻ കയറിയതൊരു AC ബസ്സിലായിരുന്നു. AC ബസ്സിന് അവർ ചാർജ് ചെയ്യുന്നത് 300 ശ്രീലങ്കൻ റുപ്പീസാണ്. നോൺ AC ബസ്സും അവിടെയുണ്ട്. നോൺ AC ബസ്സിന് അവർ ചാർജ് ചെയ്യുന്നത് 80 ശ്രീലങ്കൻ റുപ്പീസാണ്. അപ്പോൾ 80 ശ്രീലങ്കൻ റുപ്പീസ് നമ്മൾ ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ വളരെ ചീപ്പാണ്. കൊളംബോ ഫോർട്ട് ബസ് സ്റ്റോപ്പിന് ഒരു സ്റ്റോപ്പ് മുമ്പിലാണ് ഞാൻ ഇറങ്ങിയത്. അതിന് കാരണം ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. പേട്ട ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാണ് ഈ കാണുന്ന സ്ഥലം അറിയപ്പെടുന്നത്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് ജോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ കാണുന്ന ടവർ, അത് ലോട്ടസ് ടവർ ആണ്. ശ്രീലങ്കയിലെ വൺ ഓഫ് ദ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. ശ്രീലങ്കയിലല്ല, കൊളംബോയിലെ. അതിനകത്ത് കയറി കാണാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് മിസ്സായി പോയി. ഞാൻ ലഞ്ച് കഴിക്കാത്തത് കൊണ്ട് ആ നേരെ കാണുന്ന ആ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണാൻ നല്ല ആംബിയൻസ് ഒക്കെയാണ്. ആ ഒരു ചെറിയൊരു ലേക്കാണോ എന്താണെന്നറിയില്ല, അതിനോടുള്ള മുമ്പിലായിട്ട് കാണുന്ന ഒരു നല്ല ടൂറിസ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ബസ് സ്റ്റാൻഡിനോടൊക്കെ ആയപ്പോൾ ഏത് രാജ്യത്തായാലും എവിടെയാണെങ്കിലും ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തിലൊക്കെ ചേർന്ന് കിടക്കുന്ന ഈ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവിടുത്തെ ഫുഡെല്ലാം കണക്കാണ് എന്ന് എനിക്ക് ശ്രീലങ്കയിലെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്. അതായത് ശ്രീലങ്കയിൽ എത്തിയിട്ട് ആദ്യത്തെ ഭക്ഷണമാണ്. ആദ്യത്തെ ഭക്ഷണം തന്നെ വളരെ മോശമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇത് സോസാന്ന് തോന്നുന്നു. നമ്മുടെ മുളകിടിച്ചത്, ഇതെന്തോ ഒരു ഗ്രേവി, പിന്നെ ഇങ്ങനെയാണ് റൈസ് വരുന്നത്. റൈസ് വളരെ ഡ്രൈ ആണ്, ടേസ്റ്റ് ഒന്നുമില്ല. ചിക്കൻ്റെ കഷ്ണങ്ങളെന്ന് പറഞ്ഞിട്ട് കുറേ എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ്. ഞാൻ ചോദിച്ചു ഇവിടെ ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. ഫുൾ ചിക്കൻ ബ്രോ, ഫുൾ ചിക്കൻ എന്നല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല. ലാംഗ്വേജ് ഇഷ്യൂ ആയിരിക്കാം. ആകെ വെറുത്തെന്ന് തോന്നിയത് ഒരു കൊക്കക്കോളയാണ്. അപ്പോൾ സ്ഥലങ്ങൾ കണ്ടുവന്ന് കയറിയാൽ ഇതായിരിക്കും അവസ്ഥ. അങ്ങനെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പിക്മി ആപ്പ് വഴി ഒരു ടുക്ടുക്കോ അല്ലെങ്കിൽ ഒരു ടാക്സിയോ നോക്കി. പക്ഷേ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആ ക്രൗഡ് കൊണ്ടാണോ അല്ലെങ്കിൽ അവിടേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നറിയില്ല, കുറേ നേരം ട്രൈ ചെയ്തിട്ടാണ് ഒരു ടാക്സി കിട്ടിയത്. ഇന്ത്യക്കാരെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടാക്സിക്കാരനായിരുന്നു. നല്ലൊരു മെമ്പറായിരുന്നു ഈ പുള്ളിക്കാരൻ. അങ്ങനെ ഷെറാട്ടൺ എത്തി. ഈ ഷെറാട്ടണിലാണ് ഇനിയുള്ള 2 ദിവസങ്ങൾ ഞാൻ താമസിക്കാൻ പോകുന്നത്. ഇനി ഞാൻ മൈൽസിൻ്റെയും പോയിന്റ്സിൻ്റെയും മാജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ഷെറാട്ടൺ, ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ 2 ദിവസം ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള കാരണം എൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡാണ്, അമേരിക്കൻ എക്സ്പ്രസ് പ്ലാറ്റിനം ട്രാവൽ. ഈ പ്ലാറ്റിനം ട്രാവൽ ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് പോയിന്റ്സിനെ മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ്സ് എന്ന് പറയും. അത് 1:1 എന്നുള്ള റേഷ്യോയിൽ നമുക്ക്
മാരിയറ്റ് ബോൺവോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 1:1 എന്ന് പറയുമ്പോൾ 20,000 പോയിന്റ്സ് ആണ് ഞാൻ മാരിയറ്റ് ബോൺവോയിലേക്ക് ഞാൻ മാറ്റിയത്. അപ്പോൾ 20,000 ഒരു ദിവസത്തേക്ക് 10,000 പോയിന്റ്സ് ആണ് ഈ ഹോട്ടലിൽ അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അങ്ങനെ 20,000 പോയിന്റ് ഞാൻ മാരിയറ്റ് ബോൺവോയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ബുക്ക് ചെയ്ത ഹോട്ടലാണ് നിങ്ങൾ ഈ കാണുന്നത്. അമേരിക്കൻ എക്സ്പ്രസ് മാത്രമല്ല, നമ്മൾ ആക്സിസിൻ്റെ അറ്റ്ലസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മാരിയറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതുപോലെ അതിനകത്ത് അക്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഈ മാരിയറ്റ് ബോൺവോയ് പ്രോഗ്രാമിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് ആയിട്ട് പോലും ഒന്നും ഇവിടെ കൊടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റൂം ടൂറാണ് നിങ്ങളീ കാണുന്നത്. ഇതാണ് ഷെറാട്ടൺ കൊളംബോ ഹോട്ടലിൻ്റെ ഒരു റൂം. നമുക്ക് പോയിന്റ്സ് വെച്ച് കിട്ടുമ്പോൾ അവർക്ക് സ്റ്റാർ ഡീലക്സ് കാറ്റഗറിയിലുള്ള റൂമാണ്. ഈ കാണുന്നതൊക്കെയാണ് ഇവിടെ കാണുന്ന അമെനിറ്റീസ് എന്ന് പറയുന്നത്. ഇതൊരു വലിയ ക്വീൻ സൈസ് ബെഡാണ്. ഇവരുടെ മാരിയറ്റിൻ്റെ പില്ലോ ഭയങ്കര സോഫ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഈ കാണുന്നത് വയർലെസ് ചാർജറാണ്. ഇത് മാരിയറ്റിൻ്റെ പുതിയ പ്രോപ്പർട്ടീസിലെല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഐഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെച്ചാൽ മതി. അതോടെ വയർലെസ് ചാർജറിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പോയിന്റ് റിഡംഷനിലൂടെ ഒരു സ്റ്റാർ ഹോട്ടൽ സ്റ്റേ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സൈറ്റ് സീയിങ്ങോ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാതെ ഇവിടുത്തെ അമ്യൂണിറ്റീസ്, ഇവിടുത്തെ സൗകര്യങ്ങൾ, ആ ഒരു ലക്ഷറി എൻജോയ് ചെയ്ത് പരമാവധി സമയം ചിലവാക്കുക എന്നുള്ളതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്ന മാർഗം. ഈ കാണുന്ന ഇത് കണ്ടോ, കൊളംബോ സിറ്റി. ഈ കൊളംബോ സിറ്റിയുടെ വ്യൂ കണ്ടോ, സീ വ്യൂ. അവിടെ ഒരു റെയിൽ പാളം ഉണ്ട്, അതിലൂടെ തീവണ്ടി പോകുന്ന കാഴ്ച കുറച്ച് കഴിയുമ്പോൾ കാണാം. ഇതാണ് കൊളംബോ സിറ്റി. ഈ കൊളംബോ സിറ്റി മാത്രമാണ് എൻ്റെ ശ്രീലങ്ക ഐറ്റിനറിയിലുള്ളൂ. കാരണം ശ്രീലങ്ക എന്ന് പറയുന്നത് ഒരുപാട് കാണാനുള്ള ഒരു കൺട്രിയാണ്. അതിൽ കൊളംബോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 2 ദിവസത്തേക്ക് വേണ്ടി മാത്രം. പിന്നെയാണ് ഒരു കാര്യം മനസ്സിലായത്, പവർ ഓൺ ചെയ്തിട്ടില്ല ഇത്ര നേരമായിട്ടും. അപ്പോൾ കീ കാർഡ് എടുത്ത് പവർ ഓൺ ചെയ്യണം. വെറുതെ അല്ല, കുറച്ച് ലൈറ്റിൻ്റെയൊക്കെ കുറവുണ്ട് ഇവിടെ നല്ല രീതിയിൽ. നമുക്കിനി വാഷ്റൂം നോക്കണ്ടേ? അപ്പോൾ വാഷ്റൂം ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. അപ്പോൾ ഈ മാൽദീവ്സിൽ നിന്നുള്ള കാലത്തുള്ള യാത്ര, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ടുക്ടുക്കിലും അങ്ങനെ പിന്നെ ബസ്സിൽ ഒരു 3/4 മണിക്കൂറും ഇരുന്ന് ആകെ മൊത്തത്തിൽ ടയർഡായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു ഒരു കിടിലൻ ബാത്ത് ടബ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ, ഒരു വാം വാട്ടറിൽ നല്ലൊരു കുളി പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എനർജറ്റിക് ആവും. അപ്പം അങ്ങനെ കുളിക്കാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. ദോഷം പറയരുതല്ലോ, കുറേ നേരം ബാത്ത് പഴയ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു മൂഡുണ്ടല്ലോ, നല്ല റിലാക്സ്ഡ് മൂഡായിരുന്നു. ഇതിനൊക്കെ വേണ്ടി തന്നെയാണല്ലോ നമ്മൾ ഈ പോയിന്റ് റെഡീം ചെയ്തിട്ട് നമ്മൾ ഇവിടേക്ക് വരുന്നത്, ഈ ഒരു ലക്ഷറി. ഓക്കെ, കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങണം. അങ്ങനെ കേട്ടനൊക്കെ ഇട്ട് കുറച്ച് നേരം അങ്ങോട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഒരുപാട് പണികളുണ്ട്. കാരണം മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഐമാക്സ് ഉണ്ട്, ഐമാക്സിൽ പടം കാണാൻ പോകണം എന്നുള്ളതാണ്. ചെറിയൊരു മഴ പെയ്യാൻ പോകുന്ന ഒരു കാലാവസ്ഥയാണെങ്കിലും ഹ്യൂമിഡിറ്റി നല്ലോണം ഉണ്ടാകും. ഇന്നലെ ഇതായിരുന്നു അവസ്ഥ, ഡയറക്റ്റ് വെയിലുണ്ടായിരുന്നില്ല, പക്ഷേ നല്ല ചൂടായിരുന്നു. നിന്ന നിപ്പിൽ വെട്ടി വേർക്കുക എന്നൊക്കെ പറയൂലേ, ആ അവസ്ഥയായിരുന്നു. ഇതാണ് കൊളംബോ സിറ്റി. കൊള്ളാല്ലേ? ആക്ച്വലി ഈ ശ്രീലങ്ക എന്ന് പറയുന്നത് ഒരുപാട് കാണാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട്. നമുക്കിത് ഒരു 15 ദിവസമെങ്കിലും ഉണ്ടെങ്കിലാണ് മൊത്തം ശ്രീലങ്ക ഒന്ന് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് അധികം കാണാനുണ്ട്. വെറുതെ 3 ദിവസത്തേക്ക് കൊളംബോ വരെ വരാമെന്ന് പറഞ്ഞാൽ, ഈ കൊളംബോ അതൊരു ക്യാപിറ്റലാണല്ലോ, അപ്പോൾ ക്യാപിറ്റലിലെ തിരക്ക്. പിന്നെ ഇത് കൊളംബോ 3 എന്ന് പറഞ്ഞ ഏരിയയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഷെറാട്ടൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ. കൊളംബോ 3, കൊളംബോ 4 എന്ന് പറയുന്നത് എല്ലാ സിറ്റിയിലും അതിൻ്റേതായിട്ടുള്ള കുറച്ചുകൂടി ഒരു പോഷ് ഏരിയ എന്നൊക്കെ പറയൂലേ, അപ്പം അങ്ങനത്തെ ഒരു ഏരിയയാണ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ആ ഒരു ട്രെയിൻ പോകുന്നുണ്ടോ ആ ബീച്ചിൻ്റെ അടുത്തൂടെ? അതൊരു അടിപൊളി സംഭവമാണ്. സൂം ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഈ മിക്ക ശ്രീലങ്കൻ വ്ളോഗിലും നമുക്ക് കാണാൻ പറ്റും ആ ബീച്ചിൻ്റെ സൈഡിൽ കൂടി ആ ട്രെയിൻ പോകുന്നത്. ആ ട്രെയിനാണ് ആ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ താമസിക്കുന്നത് ഷെറാട്ടൺ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ്. ഈ ഷെറാട്ടൺ എന്ന് പറഞ്ഞ ഹോട്ടൽ പൂർണ്ണമായും ബുക്ക് ചെയ്തിരിക്കുന്നത് മാരിയറ്റ് ബോൺവോയ് പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. 5 പൈസ പോലും മുടക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടില്ല. സോ എനിക്കിന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഇന്ത്യയിലൊക്കെ കിട്ടും, പക്ഷേ നമ്മൾ ഈ അബ്രോഡ്, ഞാനിപ്പോൾ കാത്മണ്ഡുവിൽ പോയപ്പോൾ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ഒമാനിൽ പോയപ്പോൾ കിട്ടിയില്ല. ബാലിയിൽ പോയപ്പോൾ ഉണ്ടായിരുന്നു.
അത് ചില സ്ഥലങ്ങളിൽ കിട്ടും, ചില സ്ഥലങ്ങളിൽ കിട്ടില്ല. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അത് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റിക്വസ്റ്റ് ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല, നമുക്ക് ലക്ക് പോലെ ഇരിക്കും. പിന്നെ നമ്മളുടെ ഈ മാരീഡ് ബോൺ ബോയ് പോയിൻറ്റ്സിന് ഒരു ഗോൾഡ് സ്റ്റാറ്റസ്, സിൽവർ സ്റ്റാറ്റസ്, എലീറ്റ്, അങ്ങനെ ഓരോരോ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ ആ പ്ലാറ്റിനമാണ് ഏറ്റവും വലുത്. പ്ലാറ്റിനം കഴിഞ്ഞാൽ അംബാസിഡർ എന്ന് പറഞ്ഞോ അങ്ങനെ ഒന്നും കൊണ്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്ലാറ്റിനം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ ആ ലെവലിലേക്ക് എത്തില്ല. പ്ലാറ്റിനം ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാരീഡിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഒരു അത്രയോ 250 എണ്ണോ എന്തോ അത്രയൊക്കെ അങ്ങനെ ബുക്ക് ചെയ്യണം. അങ്ങനെ എന്തോ ഒരു കാറ്റഗറിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏതായാലും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, അതാണ് കാര്യം. അപ്പോൾ ഇവിടെ ഈ ശ്രീലങ്ക എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കൊരു മിനിമം 15 ദിവസമെങ്കിലും വേണം മുഴുവനും കണ്ടു തീർക്കാനൊക്കെ ആയിട്ട്. അത്രയ്ക്ക് ഒരുപാടുണ്ട്. ക്യാൻഡി, എല്ലാ, പിന്നെ ഗാൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതെന്ന് പറയുന്നത് ഈ കൊളംബോ 3 and 4. ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഈ ഏരിയ നൈറ്റ് ലൈഫ്, പിന്നെ കസിനോ ഒക്കെ വളരെ ഫേമസ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ ഗോവ പോലുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഇവിടെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതുപോലെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഐമാക്സ് ഇവിടെ റിലീസുണ്ട്. ഇപ്പോൾ ഇവിടെ കൊളംബോയിൽ ഐമാക്സ് കഴിഞ്ഞ വർഷം ജൂണിലോ ജൂലൈയിലോ എന്തോ ആണ് ആദ്യമായിട്ട് ഒരു ഐമാക്സ് വന്നത്. അതൊരു വലിയ സ്ക്രീനാണ്. ആക്ച്വലി 70 അടി എന്തോ ഉള്ള ഒരു വലിയ ഐമാക്സ് സ്ക്രീനാണ്. 12 ചാനൽ വരുന്ന ഒരു ഹ്യൂജ് ഓഡിറ്റോറിയം ആണെന്നാണ് പറയുന്നത്. കയറിയിട്ടില്ല, കയറി നോക്കണം. അപ്പോൾ ഐമാക്സ് ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒരു 40-45 മിനിറ്റ് എന്തോ അതിനകത്ത് എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോയിൽ കാണാൻ പറ്റും. അപ്പോൾ അതും കാണാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ ഇവിടെ ഗാൽ ഫേസ് എന്ന് പറഞ്ഞൊരു മാളുണ്ട്. അപ്പോൾ ആ ഷോപ്പിംഗ് മാളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വെറുതെ ഇവിടുത്തെ നൈറ്റ് ലൈഫ്, കസിനോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി ഒരു 2-3 ദിവസം അത്രയാണ് ശ്രീലങ്ക ഉദ്ദേശിച്ചിട്ടുള്ളൂ. ശ്രീലങ്കയിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ ഞാൻ വേറെ തരാം. അതിനൊരു 15 ദിവസമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ശ്രീലങ്കയിൽ വേറെ പ്രത്യേകതയുണ്ട്. അതായത് തിമിംഗലത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് നീന്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് ശ്രീലങ്ക. അപ്പോൾ ഏകദേശം ഒരു 8,000 ഇന്ത്യൻ റുപ്പീസ് അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസോട് കിട്ടും. ആരെങ്കിലുമൊക്കെ ശ്രീലങ്ക പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തിമിംഗലത്തിൻ്റെ അതും കൂടി ഒന്ന് പ്ലാൻ ചെയ്യുക. നമ്മൾ എയർപോർട്ടിലൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എയർപോർട്ടിലുള്ള LED ഡിസ്പ്ലേയിലൊക്കെ കാണാം ഈ തിമിംഗല വേട്ട, അല്ലെങ്കിൽ തിമിംഗലത്തിൻ്റെ കൂടെയുള്ള ആ ഒരു വേട്ടയല്ല, ആക്ച്വലി നമ്മൾ പറയുമ്പോൾ തിമിംഗല വേട്ട എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടെ നീന്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് സേഫാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും എനിക്ക് ഇത്തവണ പറ്റില്ല, ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് മൊത്തത്തിലെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് ഒരു വരവ് കൂടി വരേണ്ടി വരും. അതാണ് ശ്രീലങ്ക. ശ്രീലങ്കയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാണ്. ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ്, ബസ് വന്നു. ഏത് ബസ്സിൽ എവിടേക്ക് പോകാൻ എങ്ങനെയൊക്കെ എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ സിമ്പിളാണ്. നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളത് ഗൂഗിൾ മാപ്പിൽ നോക്കുക. ലോക്കൽ ട്രാൻസ്പോർട്ടേഷനിൽ ബസ്സിൻ്റെ നമ്പർ എഴുതി കാണിക്കും. അപ്പോൾ കറക്റ്റ് ആ നമ്പറിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനുള്ള സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ പറ്റും. വളരെ സിമ്പിളാണ്. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ബസ്സിലൊക്കെ കയറില്ലേ, അതേപോലെ തന്നെ വളരെ സിമ്പിളാണ്. ഹാവ്ലോക്ക് സിറ്റി എന്നുള്ള ഷോപ്പിംഗ് മാളാണ് ഈ കാണുന്നത്. ഇതിനോട് ചേർന്നിട്ടുള്ള ഏതോ വല്ല ഹോട്ടലോ വല്ലതായിരിക്കും. നമുക്ക് നോക്കാം. ഇതിൽ എൻ്റെ കണ്ണുടക്കിയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സ്കോപ്പ് സിനിമാസ് ഐമാക്സ്. ആക്ച്വലി ശ്രീലങ്കയിലെ ആദ്യത്തെ ഐമാക്സ് ആണ് ഈ സ്കോപ്പ് സിനിമാസോടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യത്തേതും ഒരെണ്ണം ഉള്ളൂ നിലവിൽ ശ്രീലങ്കയിൽ. ഇത് കഴിഞ്ഞ വർഷം 2024 ജൂലൈയിലാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. ഇതിനൊരു 70 ഫീറ്റ്, അതായത് വെരി ഹ്യൂജ് സ്ക്രീനുള്ള ഒരു ഐമാക്സ് ആണ്. ഇതിൻ്റെ 12 ചാനലാണ് ഇതിൻ്റെ സൗണ്ട് വരുന്നത്. ഇപ്പോൾ 12 ചാനലിൽ ഒരു പടം കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് ഇവിടെ ഇപ്പോൾ റിലീസായിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ റിലീസല്ല. അപ്പോൾ ഇന്ത്യയിൽ കാണാൻ പറ്റാത്തൊരു കാര്യം ഇവിടെ നടക്കും. അതാണ് ഈ മോളിൽ വന്നാലുള്ള പ്രത്യേകത. അപ്പോൾ ഈ മോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഐമാക്സിൻ്റെ കാഴ്ചകളും സിനിമയുടെ റിവ്യൂ എല്ലാം എൻ്റെ ലൈവ് ഫ്രോം സിനിമാസ് എന്നുള്ള ചാനലിൽ ലഭ്യമാണ്. ഈ ചാനലിൽ അത് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ലഞ്ച് കഴിക്കാൻ ഹാവോക്ക് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഈ പറയുന്ന ഹാവലോക്ക് മോളിൻ്റെ അടുത്ത് തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസ് തന്നെയാണ് അവിടെ. ഇതാണ് ഇവരുടെ മെനു. ഒരു ഐഡിയ കിട്ടുമെന്നുണ്ടെങ്കിൽ റേറ്റൊക്കെ നോക്കിക്കോ. ചിക്കൻ ബിരിയാണി കൊത്ത് ഇവിടുത്തെ ഫേമസ് സംഭവമാണ്. ഇത് എല്ലാത്തിലും കിട്ടും. ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടാവും. കേരള ഡിഷസ്. വാവ്.
കേരള ചിക്കൻ ബിരിയാണി, കേരള ബീഫ് ബിരിയാണി. ഇത് കേരള റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ സ്റ്റൈല് ഗ്രേവിയിലുള്ളൊരു ബിരിയാണി. നോക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു, കഴിച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം. ഇവിടെ ശ്രീലങ്കയിലെ ഇവിടുത്തെ ആൾക്കാർ വീക്കെൻഡൊക്കെ ആഘോഷിക്കുന്ന ഒരു ബീച്ച് സൈഡാണ്. ബീച്ച് സൈഡിൽ ITC ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ ITC രത്നദീപ. രാത്രി ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കാണെന്ന് തോന്നുന്നു. കാരണം ശ്രീലങ്ക എന്ന് പറയുമ്പോൾ ഇതും നമ്മൾ ഇൻ്റർനെറ്റിൽ കാണാറുണ്ട്. ഇവിടെ കുറേ ചെറിയ സ്റ്റാളുകളും പിന്നെ കുറച്ച് കാർണിവൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകൾ വീക്കെൻഡ് എൻജോയ് ചെയ്യണം. കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ ബസ്സെല്ലാം നല്ല കളർഫുള്ളാണ്. സൈസ് വേണ്ട സൈസ്. ഓ ഈ ബിൽഡിങ്ങിന്റെ ഭംഗി രക്ഷയില്ലേ. പെട്ടെന്ന് നോക്കുമ്പോൾ ട്വിൻ ടവർ തോന്നുന്നില്ല, മലേഷ്യയുടെ ട്വിൻ ടവർ ഒക്കെ പോലെ തോന്നില്ലേ. നല്ല വൈബ് സ്ഥലമാണ്, പറയാതെ വയ്യ. കാരണം ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടൽ, മറ്റൊരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ സ്റ്റാർ ഹോട്ടൽസിൻ്റെ ഈ ലൈറ്റിങ് തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ടൊക്കെ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ആക്ച്വലി. ആളുകളൊക്കെ സന്തോഷിച്ച് നടക്കുന്നു. ആക്ച്വലി അവിടെ ഒരു കടൽപ്പാലം ഉണ്ട്, അവിടേക്ക് കയറാൻ പറ്റുമോ നോക്കണേ. ഓ ഓ ഓ നോ എൻട്രി. എന്നാലോചിച്ച് നോക്കിയാൽ നല്ല കിട്ടില്ല വ്യൂ കിട്ടേണ്ടതായിരുന്നു, പക്ഷെ നോ എൻട്രി ആയിപ്പോയി. ഇവിടെ നിന്ന് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങാം, ഒന്ന് ബീച്ചിലിറങ്ങി കാല് നനയ്ക്കാം. നല്ല കാലാവസ്ഥ, നല്ല കാറ്റ്, കടല്. ഞാനൊരു 90s കിഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല മലയാളം പാട്ടുകളൊക്കെയാണ് ആ സമയം ഓർമ്മ വന്നത്. കടലിനഗാധമാം നീലിമയിൽ ആ പാട്ട് പ്ലേ ചെയ്ത് ഹെഡ്സെറ്റ് അങ്ങ് ചെവിയിലേക്ക് വെച്ച് നല്ല കാറ്റ്, ആ കടലും കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, സ്വർഗം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്ത എപ്പിസോഡ്, ഒരൊറ്റ എപ്പിസോഡ് കൂടി ശ്രീലങ്കയെ കുറിച്ചുണ്ടാവും. അതിലൊരു ഗംഭീര ട്വിസ്റ്റ് ഉണ്ട്. അതായത് എനിക്ക് ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് കിട്ടി, അത് ഫ്രീ ആയിട്ട് ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് കിട്ടിയ കഥ. അതൊരു വല്ലാത്ത കഥയാണ്. ആ കഥയാണ് നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ട്രാവൽ ഹാക്സ്, ക്രെഡിറ്റ് കാർഡ് ഹാക്സ് തുടങ്ങിയ വീഡിയോകളൊക്കെ വീണ്ടും കാണാം. അതുവരെ ബൈ.